ഭക്തിയിലും സൽക്കർമ്മങ്ങളിലും അതിരുകളില്ലാത്തവർ. അവിശ്വാസത്തിന്റെ ബാബിലോൺ തെരുവുകളിൽ ദൈവം സാമ്രാജ്യങ്ങളെ ന്യായം വിധിക്കുമെന്ന് പ്രഘോഷിച്ചവർ. സൈറസ് രാജാവിന്റെ 1-ാം ഭരണവർഷം വരെ അടിമത്തത്തിന്റെ മുഖം തുറന്നവർ. പഴയ നിയമത്തിലും വെളിപാട് പുസ്തകം എന്നറിയപ്പെടുന്ന പ്രവചന ഗ്രന്ഥം ദാനിയേൽ. സ്വർണവും വെള്ളിയും ഇരുമ്പുമെല്ലാം പൊടിഞ്ഞ് വെതിക്കളത്തിലെ പതിര് പോലെയായി. കല്ലൊരു മഹാപർവ്വതമായി ഭൂമി മുഴുവൻ നിറയുന്നു. അതെന്തിനാണ് നാം കണ്ട സ്വപ്നം എന്താണെന്ന് നിങ്ങളോട് പറയുന്നത്? സ്വപ്നം എന്താണെന്ന് പറയാതെ ഞങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ആദ്യം നാം കണ്ട സ്വപ്നം എന്താണെന്ന് പറയുക, അതിനുശേഷം മതി വ്യാഖ്യാനം. സ്വപ്നം കണ്ടത് അങ്ങല്ലേ, ഞങ്ങളല്ലല്ലോ. അതുകൊണ്ട് എന്താണ് സ്വപ്നമെന്ന് ഒന്ന് തന്നെ പറയുക. രാജാവിന്റെ ഒരു സ്വപ്നം പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത അന്ധകാര ശക്തികളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ബാബിലോണിലെ ജ്ഞാനികളെ എല്ലാം വധിക്കുക. ഇത് രാജകൽപ്പന. ചെയ്യരുത്. സൈന്യാധിപനറിയോ, നീ നിന്റെ രാജാവിനോട് പറയുക, രാജാവിന്റെ സ്വപ്നം ഞാൻ വ്യാഖ്യാനിക്കും. നീ ആരാണ്? നിന്റെ ദേശമേതാണ്? ഗോത്രമേതാണ്? ഞാൻ ദാനിയേൽ, യൂദാ ഗോത്രത്തിൽ പിറന്നവൻ. ബാബിലോൺ സൈന്യം ജെറുസലേം കീഴടക്കിയതിനു ശേഷം ബാബിലോണിലേക്ക് ആട്ടിത്തെറിക്കപ്പെട്ട അനേകായിരം അടിമകളിൽ ഒരുവൻ. ദാനിയേൽ, വെറും ഒരു അടിമയായ നിനക്ക് എങ്ങനെയാണ് രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? അടിമയെ രാജാവാക്കാനും രാജാവിനെ അടിമയാക്കാനും കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ
ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എങ്കിൽ നീ നിന്റെ ദൈവത്തോട് പറയുക, നമ്മുടെ സ്വപ്നം വെളിപ്പെടുത്താൻ. നീ ഒരു പ്രതിമയെ കണ്ടു. അതിന്റെ സ്വർണ്ണത്തല നിന്റെ രാജാധികാരമാണ്. നിന്റെ സാമ്രാജ്യത്തിന് ശേഷം അതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യം വരും. അതാണ് വെള്ളി. അതിനുശേഷം ഊടുപോലെ ദുർബലമായ ഒരു സാമ്രാജ്യം, പിന്നെ ഇരുമ്പ് പോലെ ശക്തമായ ഒരു സാമ്രാജ്യം. എല്ലാ സാമ്രാജ്യങ്ങളും ആ പ്രതിമ പോലെ തകർന്നു വീഴും. അവസാനം ദൈവത്തിന്റെ സാമ്രാജ്യം വരും. അത് എന്നേക്കും നിലനിൽക്കും. ദാനിയേൽ, നീ ശരിയായി തന്നെ പ്രവചിച്ചു. നിന്റെ ദൈവം വലിയവനാണ്. നാം നിന്നെയും വലിയവനാക്കും. ബാബിലോൺ നിന്നെ മാനിക്കും. എന്നിവയുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഈ ദൂരാ താഴ്വരയിൽ രാജാവ് സ്ഥാപിച്ച സ്വന്തം പ്രതിമയെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കേണ്ടതാണ്. ഈ കൽപ്പന ധിക്കരിക്കുന്നവരെ ഈ ചൂളയിൽ എറിയുന്നതാണ്. ദൈവത്തിന്റെ മുമ്പിൽ മാത്രമായിരിക്കും. നിന്നെ തീച്ചൂളയിൽ എറിഞ്ഞാൽ നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കുമോ? എന്റെ വിശ്വാസത്തിന് തീച്ചൂളയേക്കാൾ ചൂടുള്ളൂ. മഹാരാജൻ, ഈ പരദേശി അങ്ങനെ അനുസരിക്കുന്നില്ല. ഇവനെ വെറുതെ വിടരുത്. ഇവനെ തീച്ചൂളയിൽ എറിഞ്ഞ് കൊല്ലണം. ദാനിയേൽ, ഈ ബാബിലോണിൽ നിന്നെ വാഴ്ത്തിയ രാജാവിനെ വീഴ്ത്താനും കഴിയും. അതുകൊണ്ട് നീ നിന്റെ വിശ്വാസം വെടിഞ്ഞ് നമ്മുടെ സ്വർണ്ണ പ്രതിമയെ സാഷ്ടാംഗം നമസ്കരിക്കണം. ഇല്ല, രാജകൽപ്പനയേക്കാൾ വലുതാണ് ദൈവകൽപ്പന. അതുകൊണ്ട് തന്നെ ദാനിയേൽ അങ്ങയെ ധിക്കരിക്കും. അവനെ തീച്ചൂളയിലേക്ക് ഗന്ധകവും തീയിലും ചണച്ചവറും വിറകുമിട്ട് കത്തിക്ക്. ദാനിയേലിനെ ആ തീച്ചൂളയിലേക്ക് വലിച്ചെറിയ്. ദാനിയേൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു.
മഹാശക്തൻ. അതാ നമ്മൾ വലിച്ചെറിയാത്ത ഒരാൾ കൂടി തീച്ചുളയും. ദാനിയേൽ, പറയൂ, അതാരാണ്? ഇതെന്റെ ദൈവത്തിന്റെ ദൂതനാണ്. എന്നെ സംരക്ഷിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്നും അയച്ച ദൂതൻ. ദാനിയേൽ, നാം നിന്നോട് തെറ്റ് ചെയ്തു, നിന്റെ ദൈവത്തോട് തെറ്റ് ചെയ്തു. ഈ നെബൂഖദ്നേസർ രണ്ടാമൻ പശ്ചാത്തപിക്കുന്നു. നിന്നെ നാം തീച്ചുളയിൽ നിന്നും വീണ്ടെടുക്കുന്നു. നെബൂഖദ്നേസർ രണ്ടാമൻ ദാനിയേലിന് മഹത്വം നൽകി. നെബൂഖദ്നേസറിന്റെ മകൻ ബെൽഷാസർ ദാനിയേലിനെ ബാബിലോണിന്റെ 3-ാം ഭരണാധികാരിയാക്കി. ഇപ്പോഴിതാ ദാരിയോസ് മഹാരാജാവിനെതിരെ ദാനിയേൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു. ദാനിയേൽ നമുക്കെതിരെ എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്? 30 ദിവസത്തേക്ക് ദാരിയൂസ് രാജാവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് അന്ന് മുദ്ര വെച്ചതല്ലേ, വിളംബരം ചെയ്തതല്ലേ. ദാനിയേൽ അത് ധിക്കരിച്ചിരിക്കുന്നു. ദാനിയേൽ എങ്ങനെയാണ് നമ്മുടെ കൽപ്പന ധിക്കരിച്ചത്? ദാനിയേൽ അവന്റെ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ കൽപ്പന ധിക്കരിച്ചു. രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ സിംഹക്കുഴിയിലേക്ക് കൊല്ലണം. അതാണ് ബാബിലോണിന്റെ നിയമം. നമ്മുടെ കൽപ്പന ധിക്കരിച്ച ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് കൊല്ലാൻ നാം കൽപ്പിക്കുന്നു. ദാനിയേലിനെ ആക്രമിക്കുന്നത് ദാരിയൂസ് രാജാവ് ഇനിയും എന്തിനാണ് അങ്ങ് ദാനിയേലിന്റെ ദൈവത്തെ പരീക്ഷിക്കുന്നത്? ദാനിയേലിന്റെ ദൈവത്തിനുമേൽ വിജയം നേടാൻ നമുക്കാവില്ല. ദാനിയേൽ, ഈ ദാരിയൂസ് രാജാവ് നിന്റെ ദൈവത്തിന്റെ മുന്നിൽ കീഴടങ്ങുന്നു. ബാബിലോൺ കീഴടങ്ങുന്നു. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം രക്ഷാ കവചമാണ്. ഈ ചൂള പോലുള്ള പരീക്ഷണങ്ങളിലും സിംഹക്കുഴി പോലെയുള്ള പ്രതിസന്ധികളിലും നമ്മെ കാക്കുന്ന രക്ഷാ കവചം. അതുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഇത് ദാനിയേലിന്റെ ജീവിത സാക്ഷ്യം.